1 Corinthians 2-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. 1 Corinthians chapter 2 verses from 9 to 10. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തുന്നു. പറഞ്ഞില്ലേ, ഹോളി സ്പിരിറ്റ് ടീച്ചസ് ദി ഡീപ്പർ ആൻഡ് ഡീപ്പർ ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ്. നിന്റെ വിശ്വാസത്തിന്റെ, നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ, നീ ഇന്നലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇന്നലെ ആയിരുന്നത് പോലെയാണോ ഇന്ന് നിങ്ങളായിരിക്കുന്നത്? ഇല്ലല്ലേ. എന്തോ ഒരു ഗ്രേസ് കൂടിയിട്ടുണ്ട്, എന്തൊക്കെയോ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഈശോയെ സ്നേഹിക്കണം എന്നൊക്കെ ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ. നിരന്തരം ദൈവാത്മാവ് നിങ്ങളിൽ കടന്നു വന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ മറച്ചു വെക്കാം, ഹിഡൻ ആണ്, ഇതൊക്കെ ഹൈഡ് ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ മറച്ചു വെക്കാം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ ഉള്ളിലെ നിഗൂഢ രഹസ്യങ്ങൾ പോലും ഹി നോസ്. രണ്ടാമത്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ള നിഗൂഢ രഹസ്യങ്ങൾ പോലും പരിശുദ്ധാത്മാവിന് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ഈ വഴി. അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ, എനിക്ക് കൃത്യമായി പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കണം.